എൻ്റെ ഒരു നല്ല കൂട്ടുകാരൻ മരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് സാമ്യുവൽ എന്നാണ്. ഒരു പ്രൊഫസറാണ് പുള്ളി. പ്രൊഫസർ ഓഫ് തമിഴിലാണ്. പല വർഷമായിട്ട് എൻ്റെ നെയ്ബറായിട്ട് വരുന്ന ഒരു പ്രൊഫസറാണ്. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാനും കോളേജിൽ ഒരു കോമേഴ്സ് പ്രൊഫസറായിരുന്നു. ബട്ട് ഐ വാസ് മച്ച് ജൂനിയർ ടു ഹിം. ഒരു 10-15 വർഷം ജൂനിയറാണ്. അപ്പം ഈ പ്രൊഫസർ വളരെ വളരെ കാര്യമായിട്ട് പെരുമാറുവാണ് പല സ്റ്റാഫിനോടും എന്നോടും. ഞങ്ങൾ ഒരു നെയ്ബേഴ്സ് ആയ കാരണം കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ മീൻ കഴിക്കണ ഒരു കോമണാലിറ്റി ഞങ്ങൾ മനസ്സിലാക്കി. നമ്മൾ എപ്പോൾ കണ്ടാലും എന്ത് മീനാണ് നമ്മൾ വീട്ടിൽ കഴിച്ചതിനെ പറ്റി ഉള്ള ഒരു ചെറിയ ഡിസ്കഷനെങ്കിലും അത് ഉണ്ടാവും. ഒരു ചിരിയോടുകൂടി ഈ പുള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എൻ്റെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഓർമ്മയായിട്ട് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു സീനിയർ മാനാണ്. അപ്പോൾ സീനിയർ മാനായിട്ടിരിക്കുമ്പം പുള്ളി പറയുന്നതൊക്കെ എല്ലാം വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നല്ല ജോക്കൊക്കെ അടിക്കും. തമിഴിലൊക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് ജോക്സ് അടിക്കുന്നു. ചിരി നല്ല വലിയൊരു ചിരി ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് എനിക്ക് സഡനായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതായാലും പ്രൊഫസർ സാമ്യുവൽ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അബൌട്ട് പ്രൊഫസർ സാമ്യുവൽ. അപ്പം നമ്മൾ ഒരാളുടെ മരണം കഴിഞ്ഞിട്ടേ ഉള്ളു ചിലപ്പം അവർ നല്ല കാര്യങ്ങൾ പറയുള്ളൂ. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു തീം ഫോർ ഷെയറിംഗ് എന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഒരു എനിമിയാണെങ്കിലും മരിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുഖം കാണിക്കാനെങ്കിലും പോകുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പം ആ ഒരു മുഖം കാണിക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമല്ല, അത് മറ്റവരെ കാണിക്കാനാ നമ്മൾ ഈ പോകുന്നത്. ഞാനങ്ങനെ അത്രയും പോവാറില്ലെന്ന് തോന്നുന്നു. എന്നാലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അവിടെ പോകാനായിട്ടുള്ള ഒരു കടമപ്പാടുണ്ട്. അയ്യോ, നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം അറിഞ്ഞിട്ട് എന്ത് ദോഷമാകും അങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്ത് നമ്മൾ പോകും. അപ്പം നമ്മൾ പോകുമ്പം നമ്മുടെ എതിർ കക്ഷിയായിട്ടുള്ള ആളാണെങ്കിലും ഓപ്പോസിഷൻ ക്യാമ്പിലുള്ള മനുഷ്യരാണെങ്കിലും അവർ മരിച്ചാൽ നാം ഒരു വലിയ റീത്തങ്ങായിട്ട് കൊണ്ടുപോയിടും. നല്ല നല്ല വാക്കുകളൊക്കെ ആ റീത്തുമേൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പുള്ളീനെ നമ്മ തെറിയായിരിക്കും പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും. നമ്മൾ പുറത്ത് ഡീസൻ്റ് അല്ലേ, അത് കാരണം നമ്മൾ ഡീസൻ്റായിട്ട് നമ്മൾ തെറി പറയാൻ പറ്റില്ല. അതല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മ ഒരു മറ്റവന് നല്ല കാര്യം പറയാനായിട്ട് കുറച്ചൊരു തഴക്കം ഉണ്ടാവും. അതെന്തോന്നറിയില്ല. ഈ തഴക്കം എന്ന് പറയുന്നത് ഒരു മനസ്സില്ലായ്മ. അവനെ പറ്റി എന്ത് പറയാനാ, അവളെ പറ്റി എന്ത് പറയാനാ. അപ്പം നമുക്ക് പറയാൻ ധൈര്യമില്ല എന്നിട്ടാണ്. ഒരാൾ നല്ലോണം കുക്ക് ചെയ്യുന്ന ഒരാളാണ്, അവരുടെ കുക്കിംഗ് നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ടുള്ള മൈൻഡ് സെറ്റ് വരാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ കെട്ടിയോളം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കെട്ടിയവനും ആയിരിക്കും. പല കെട്ടിയവന്മാരിപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടിയവൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല ഒരു വിഷമിച്ചുണ്ടാക്കിയ ഒരു കറിയാണ്. അപ്പോൾ ഈ കെട്ടിയോളം അങ്ങനെ തിന്നുകൊണ്ട് അങ്ങനെ മുണ്ടാതെ എങ്ങനെ സൈലൻ്റായിട്ട് അങ്ങനെ പോകും, ഒരു വാക്ക് പറയില്ല. ഈ കെട്ടിയോ നോക്കിയിരിക്കുന്നു, ചേട്ടാ ഇത്രയും വിഷമിച്ച് ഞാൻ കിഴങ്ങെല്ലാം വെട്ടി ഇറച്ചിയെല്ലാം കട്ട് ചെയ്ത് ഓണിയനെല്ലാം ഫ്രൈ ചെയ്ത് നല്ല താളിച്ച് പിടിച്ച് നല്ല മണം പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് എന്താടാ ഇത്, ഒരു വാക്ക് പറയുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രീം എക്സാമ്പിളാണ് കേട്ടോ. ഇത് കനക്കൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഒരു ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ നന്മകൾ നമുക്ക് പറയാനായിട്ട് നമ്മൾ വിട്ടുപോകുമ്പം നമുക്കൊരു മനസ്സിനൊരു വിഷമം വരും. എന്തിനാ വിഷമം? ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഇപ്പം എൻ്റെ ഒരു പ്രൊഫസർ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞത്, ആ പ്രൊഫസർ ഇപ്പം എൻ്റെ ഓർമ്മ എന്താണെന്നോ, അയ്യോ ഞാൻ ഇപ്പം 3 ആഴ്ചയായിട്ട് ഞാൻ കേരളത്തിലാണ്. പുള്ളി ചെന്നൈയിൽ എൻ്റെ നെയ്ബറാണ്. വെറുതെ ഒരു അടുത്ത സ്ട്രീറ്റിൽ പോയാണ്, അവരൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഐ എം ഷുവർ പല ആൾക്കാരും, എൻ്റെ ലിസണേഴ്സ് തന്നെ പല ആൾക്കാരും അത് ഓർക്കുന്നുണ്ടാവും. അയ്യോ ഞാൻ ഒന്ന് പോയി കണ്ടില്ലല്ലോ പുള്ളിനെ, പാവം ഞാൻ വിട്ടുപോയി. അപ്പം ആ ഒരു വിഷമം നമുക്കുണ്ടാവും. അതുമാത്രമല്ല, നമ്മ ഡയറക്റ്റായിട്ട് സംസാരിക്കണത് നല്ല കാര്യങ്ങൾ സംസാരിച്ച് മറ്റവനൊന്ന് സൂചിപ്പിച്ച് വിടാനായിട്ടുള്ള ശ്രമം മാത്രം അല്ല ഞാൻ പറയുന്നത്. നമ്മ ഒരു എഴുത്ത് എഴുതിയാൽ തന്നെ എഴുത്തിലും നമ്മൾ പറയാറില്ല. ഒരു വാട്സാപ്പ് മെസ്സേജ് അടിച്ചാൽ
മോസ്റ്റ്ലി കോണ്ടോലൻസ് മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ഈ കോണ്ടോലൻസിന് വേണ്ടിയിട്ട് എന്തിനു നമ്മൾ വെയിറ്റ് ചെയ്യുന്നു? ഇത് ഈ ഇൻഷുറൻസ് എടുക്കുന്ന മാതിരിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാം, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കാഞ്ഞു പോയാൽ നമുക്കൊരു ബെനിഫിറ്റും ഇല്ലല്ലോ ജീവിച്ചിരിക്കുന്ന കാലത്ത്. നമ്മുടെ മറ്റവർക്കല്ലേ ബെനിഫിറ്റ് ഉള്ളത്. കെട്ടിയവൻ മരിച്ചാൽ കെട്ടിയവർക്കും ഫാമിലിക്കും അല്ലേ പോകുന്നത്. അപ്പോൾ മേ ബി ദാറ്റ് ഇസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെ ആകണം. ഞാൻ പറയുന്നത് നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് മറ്റവനെ പറ്റി ജീവിച്ചിരിക്കുന്ന സമയത്ത്, അവരുടെ ജീവനുള്ള സമയത്ത്, നമ്മുടെ ജീവനുള്ള സമയത്ത് ഒരു നല്ല കാര്യം പറഞ്ഞ് ഒരു ശ്രമം എടുത്താൽ നമുക്ക് മാത്രമല്ല മറ്റവന് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ ഓർമ്മയിൽ പ്രൊഫസർ സാമുവൽ, മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസ്, പ്രൊഫസർ സാമുവൽ എപ്പോൾ നമ്മൾ കണ്ടാലും വഞ്ചരം വാങ്ങണീங்களா, തമിഴിൽ പറയണ സിയർ ഫിഷ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള മീനല്ലേ, വഞ്ചരം വാങ്ങിനീங்களா എന്ന് പറയുമ്പോൾ നിങ്ങൾ വഞ്ചരം സിയർ ഫിഷ് വാങ്ങിച്ചോ എന്നാണ് ചോദിച്ചത് തമിഴിൽ. അപ്പോൾ ഞാൻ പറയും വാങ്ങിട്ടേ, നല്ലായിരുന്നത്, പോണ വാരം വാങ്ങണോ പറയും. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാൻ വാങ്ങിച്ചതാ. അപ്പോൾ പുള്ളി പറയും, ഇല്ല ഞാൻ ഈ പ്രാവശ്യം വഞ്ചരം വാങ്ങിച്ചില്ല, ഞാൻ ഈ പ്രാവശ്യം സിയർ ഫിഷ് വാങ്ങിച്ചില്ല, എനിക്ക് നല്ല മത്തി കിട്ടി, നല്ല രസമായിട്ട് കറി വെച്ചിട്ട് വൈഫ്. അങ്ങനെയൊക്കെ പറയും. നമ്മൾ യൂസ് ടു ഷെയർ അറ്റ്ലീസ്റ്റ് ഒരു കാരണം നമ്മുടെ മാർക്കറ്റിൽ ചിലപ്പം മീൻ അത്ര ഫ്രഷ് ആയിരിക്കില്ല. അപ്പം ഒരു സ്ഥലമുണ്ട് ചെന്നൈയിൽ, ചിന്താതിരിപ്പെട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോഴും മാർക്കറ്റ് ഞായറാഴ്ച നമുക്ക് പോവാം. ഭയങ്കര ക്രൗഡായിരിക്കും, മെന്തിയ ക്രൗഡായിരിക്കും. അവിടെ പോയാൽ നല്ല A1 മീൻ കിട്ടും, നല്ല ഫ്രഷായിട്ട്. റോയപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്, കടലോരത്തു നിന്ന് അങ്ങനെ കൊണ്ടുവരും. സപ്പോസ് ഷോർട്ടേജ് ഓഫ് മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഐസിട്ട മീൻ ആന്ധ്രയിൽ നിന്നും വരും കേട്ടോ. അപ്പം നമുക്ക് ഒരു ഫ്രഷായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പല വെൻഡേഴ്സുണ്ട് നമുക്ക് വാങ്ങിക്കാൻ. അപ്പം പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ജീവിതകാലത്തിൽ ഇഫ് യു ഹാവ് ഫ്രണ്ട്സ്, പ്ലീസ് ടെൽ എ ഗുഡ് വേർഡ് അബൌട്ട് ദം ഇഫ് യു മീറ്റ് ദം ദ നെക്സ്റ്റ് ടൈം.